ശ്രീ എൻ ശ്രീകുമാർ താങ്കളിലേക്ക് തന്നെ വരുന്നു. പിണറായി വിജയന് പിന്നാലെ ഇപ്പോൾ സിദ്ധരാമയ്യയും സമരത്തിന് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിണറായി പോകുന്ന വിമാനക്കൂലി പോലും നഷ്ടമാണ്. ഈ ജന്തർ മന്ദറിൽ പോയിട്ട് മുദ്രാവാക്യം വിളിച്ചിട്ട് എന്താണ് കാര്യം? കേന്ദ്ര അവഗണന ഒരു കാര്യം മാത്രമാണ്. സംസ്ഥാനത്തിൻ്റെ ധൂർത്തും കെടുകാര്യസ്ഥതയും ഒക്കെയാണ് പ്രതിസന്ധിക്ക് കാരണം എന്ന് പറഞ്ഞവരൊക്കെ ഇപ്പോൾ എന്തു പറയും എന്നാണ് അറിയേണ്ടത്. ഈ കെ സുധാകരനും സതീശനുമൊക്കെ നയിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഇതൊരു തിരിച്ചടിയായിട്ടുണ്ടോ? ഡോക്ടർ ലാൽ, ഞാൻ ആദ്യം നിങ്ങളുടെ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാറിലേക്ക് പോകുമെന്നാണ് വിചാരിച്ചത്. എന്തെങ്കിലായിട്ട് അത് ലാലിൻ്റെ ഒരു സൂത്രമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്, കുഴപ്പമില്ല. ജന്തർ മന്ദിറിലേക്ക് സമരത്തിന് കേരളത്തിലെ പിണറായി ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഉള്ള മന്ത്രിമാരും മുഖ്യമന്ത്രിയും മറ്റ് സുഹൃത്തുക്കളൊക്കെ പോകുന്നത് സംസ്ഥാനത്തിൻ്റെ കാലിയായ ഖജനാവിന് കൂടുതൽ നഷ്ടം വരുത്തും എന്ന് ഒരിക്കൽ ഈ ചർച്ചയിൽ, ഈ വേദിയിൽ പറഞ്ഞ ഒരാളാണ് ഞാൻ. അതിൽ യാതൊരു മാറ്റവുമില്ല. കർണാടകയിൽ നിന്നെന്ന് മാത്രമല്ല, 2-3 ദിവസം മുമ്പ് ആന്ധ്രയിൽ നിന്നും അവിടുത്തെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, അവിടുത്തെ മുഖ്യമന്ത്രി ജഗ്മോഹൻ റെഡ്ഡിയുടെ സഹോദരി YS ശർമിള ഡൽഹിയിൽ പോയിട്ട് കേന്ദ്ര അവഗണനയ്ക്കെതിരെ സമരം ചെയ്തിട്ടുണ്ട്. കർണാടകത്തിൽ സമരം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അവിടുത്തെ ഗവൺമെന്റ് എന്തൊക്കെ ചെയ്തു എന്നുകൂടി പരിശോധിച്ചിട്ട് വേണം ഇത് സതീശന്റെ കരണത്തേറ്റ അടിയാണെന്നൊക്കെ നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ടത്. കോൺഗ്രസിന്റെ തീരുമാനമാണ് ഡൽഹിയിൽ പോയി സമരം ചെയ്യാന്നുള്ളത്. കേരളത്തിലെ കോൺഗ്രസ് തീരുമാനിച്ചു പോകണ്ടെന്ന്. കാരണം 2-3 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ. ആദ്യം കർണാടക ഗവൺമെന്റ് അവർ അധികാരത്തിലേറുമ്പോൾ ഒരുപാട് വാഗ്ദാനങ്ങൾ, ഉറപ്പുകളൊക്കെ നൽകിയിരുന്നു. അതിൽ 5 ഉറപ്പിൽ 4 വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയതിന് ശേഷമാണ് അവർ ഡൽഹിക്ക് പോകുന്നത്. നടപ്പാവാനുള്ളത് ഒരു വിദ്യാർത്ഥികൾക്ക്, അതായത് ഡിപ്ലോമക്കാർക്കും ഡിഗ്രിക്കാർക്കുമുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായം വെച്ച് ബാക്കി 4 കാര്യങ്ങൾ അവർ നടപ്പാക്കിയിട്ടാണ് പോകുന്നത്. അത് ഞാൻ പിന്നീട് വിശദമാക്കാം. കേരള ഗവൺമെന്റ് ഇവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് 2 ഉത്തരവാദികളുണ്ട്. ഒന്ന് കേരള ഗവൺമെന്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. 2 കേന്ദ്ര ഗവൺമെന്റ്, NDAയുടെ നേതൃത്വത്തിലുള്ള BJP പ്രധാനമന്ത്രിയുടെ ഗവൺമെന്റ്. ഈ 2 ഗവൺമെന്റും കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഉത്തരവാദികളാണ്. അതിൽ ഒരു ഉത്തരവാദിയുടെ കൂടെ സമരം ചെയ്യേണ്ട കാര്യം കോൺഗ്രസിന് ഇല്ലെന്ന് KPCC തീരുമാനിച്ചു. ആ ഉത്തരവാദി കേരളത്തിലെ CPM നേതൃത്വത്തിലുള്ളവരാണ്. അവരാദ്യം ഇവിടുത്തെ കാര്യം, ഇവിടെ പരിഹരിക്കേണ്ട ചില പ്രശ്നങ്ങളുണ്ട്. ശ്രീ എൻ ശ്രീകുമാർ, ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ അവഗണനയാണ് പ്രധാനപ്പെട്ട വിഷയം. അത് രാഹുൽ ഗാന്ധി ആണെങ്കിലും കോൺഗ്രസിന്റെ എല്ലാ സംസ്ഥാനങ്ങളിലെയും നേതാക്കന്മാരാണെങ്കിലും ഒക്കെ ഇപ്പോൾ ഉയർത്തുന്ന മുദ്രാവാക്യം കേന്ദ്രത്തിനെതിരെയാണ്. ഇപ്പോൾ അടുത്ത് മാത്രം അധികാരത്തിലേറിയ സിദ്ധരാമയ്യ സർക്കാരിൻ്റെ ലക്ഷ്യവും കേന്ദ്ര സർക്കാരാണ്. അവർക്കതിനകത്ത് യാതൊരു സംശയവുമില്ല. താങ്കൾ ഈ പറഞ്ഞതുപോലെ അവരെന്തൊക്കെ ചെയ്തു എന്നൊക്കെ ഉള്ളത് കഴിഞ്ഞ 1 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള ഒരു സർക്കാരിനെ കുറിച്ചാണ് താങ്കൾ ഈ പറയുന്നത്. കേരളം ഭരിക്കുന്ന 8 വർഷം പൂർത്തിയായ പിണറായി സർക്കാരിനെ ഇത് രണ്ടും തമ്മിൽ താങ്കൾ എങ്ങനെ താരതമ്യം ചെയ്യുന്നു എന്നുള്ളത് താങ്കൾ തന്നെ വിശദീകരിക്കേണ്ട കാര്യമാണ്. അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ എൻ്റെ ചോദ്യം എന്താണ്? 2 കൂട്ടരും, കേരളത്തിലെ മുഖ്യമന്ത്രിയും കർണാടകത്തിലെ മുഖ്യമന്ത്രിയും കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാൻ ഡൽഹിയിലേക്ക് പോകാൻ തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ അതൊരു രാഷ്ട്രീയമാണെന്ന് മനസ്സിലാക്കാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് സാധിക്കാതെ പോയോ? ആ രാഷ്ട്രീയം മനസ്സിലാകാതെ പോയത് എന്തുകൊണ്ടാണ്? അതോ മനസ്സിലാകാത്തതാണോ? അതോ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയം അത് തന്നെയാണോ എന്നതാണ് ചോദ്യം. ഡോക്ടർ ലാലെ, ഞാൻ ഇത്രയും നേരം വിശദീകരിച്ചത് താങ്കൾ ശ്രദ്ധിച്ചു കാണുമെന്ന് തോന്നുന്നു. കേരളത്തിലെ ഇവിടുത്തെ സാമ്പത്തിക കെടുകാര്യസ്ഥത എന്നാണ് ആരോപണം, പ്രതിപക്ഷ ആരോപണം. സാമാന്യ ജനങ്ങൾക്ക് കിട്ടേണ്ട ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല. ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് ഇപ്പോൾ 6ാമത്തെ ഗഡുവാണ് ഇപ്പോൾ കിട്ടാനുള്ള. 5 മാസമായിട്ട് മുടങ്ങിക്കെടുക്കുകയാണ് ക്ഷേമ പെൻഷൻ. അതുമാത്രമല്ല, ഇവിടുത്തെ ചില സ്ഥാപനങ്ങളിലെ ശമ്പള കുടിശ്ശിക, പെൻഷൻ കുടിശ്ശിക, തൊഴിലില്ലായ്മ, പിൻവാതിൽ നിയമനം, ഒരുപാട് വിഷയങ്ങൾ. അതെ, ഈ വിഷയങ്ങളൊക്കെ കർണാടകത്തിൽ ഭാവിയിൽ ഉണ്ടാകുമെന്ന് കരുതിയാണ് സിദ്ധരാമയ്യയും DK ശിവകുമാറും ഒക്കെ ഭാവിയിൽ കർണാടകത്തിൽ കേരളത്തെക്കാൾ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് കരുതിയാണ് അവർ ഇപ്പോൾ ഡൽഹിക്ക് പോകുന്നത്.
അല്ലാതെ അവിടെ ഇതെല്ലാം വന്നിട്ട് പോകാമെന്ന് അവർ കരുതിയില്ല. അതുകൊണ്ട് ഈ പ്രശ്നമൊക്കെ കേരളത്തിലുണ്ട്. ഇനി കർണാടകത്തിൽ അത് വരുന്ന കാലത്ത് നോക്കാം, ഇപ്പോൾ അതില്ല, അതുകൊണ്ട് കേരളത്തെയാണ് കുറ്റം പറയേണ്ടത്, സംസ്ഥാനങ്ങളുടെയാണ് പ്രശ്നം എന്നൊരു വാദമുണ്ടോ? ഇല്ലില്ല. കേരള ഗവൺമെന്റും കർണാടക ഗവൺമെന്റും നിങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒന്നും ചെയ്യാത്ത ഗവൺമെന്റ്, ധൂർത്തിന്റെ ഗവൺമെന്റ്, അവിടെ വാഗ്ദാനങ്ങൾ 5-ൽ 4 പാലിച്ച ഗവൺമെന്റ്. അത് നമ്മളുടെ താരതമ്യം ഞാൻ അടുത്ത ഇതിൽ പറയാം. അതിപ്പോ തുടക്കത്തിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് അവർ ഡൽഹിക്ക് പോകുന്നത്? അവർ എന്തിനാണ് ഡൽഹിക്ക് പോകുന്നത്? എല്ലാം തികഞ്ഞു നിൽക്കുകയാണ്, 5-ൽ 4 പൂർത്തിയാക്കി അവർക്ക് പ്രതിസന്ധി ഇല്ലാത്ത ഒരു സംസ്ഥാനമാണെങ്കിൽ അവർ ഡൽഹിക്ക് പോകേണ്ട ആവശ്യം എന്താണ്? ഡോക്ടർ ലാലെ, ഈ സാമ്പത്തികമായിട്ട് അവരെ കേന്ദ്ര ഗവൺമെന്റ് ബുദ്ധിമുട്ടിക്കുന്നത് കേരള ഗവൺമെന്റിനേക്കാളുണ്ട്. കാരണം കർണാടകത്തിൽ BJP കോൺഗ്രസിന്റെ മുഖ്യ ശത്രുവാണ്, കേരളത്തിലല്ല. കർണാടകത്തിൽ കോൺഗ്രസിന്റെ മുഖ്യ ശത്രുവായ BJP അവിടുത്തെ ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നതുകൊണ്ട്, അവർക്ക് ആവശ്യമുള്ള സഹായം കേന്ദ്രം അനുവദിക്കാത്തത് കൊണ്ടും അവരുടെ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാനുള്ള സാഹചര്യം ഒരുക്കാത്തത് കൊണ്ടുമാണ് കർണാടക ഗവൺമെന്റിന്റെ പ്രതിനിധികളെ 7-ാം തീയതി ഡൽഹിക്ക് പോകുന്നത്. ഇതേ വാദം തന്നെ CPM-നും ഉണ്ടല്ലോ. കേരളത്തിൽ കോൺഗ്രസിനേക്കാൾ ശക്തിയുള്ള പാർട്ടി ഇവിടെ ഭരിക്കുന്ന CPM ആണ്. BJP-യുടെ വലിയ ശത്രു തന്നെയാണ് ഇവിടെ CPM. BJP-യെ, സംഘപരിവാറിനെ നേരിടാൻ CPM എടുക്കുന്ന ഒരു നയത്തെയും അവർക്ക് പിന്തുണയ്ക്കാനാകില്ല. അതുകൊണ്ട് ഇവിടെ കേരളത്തെ അവർ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അത് കർണാടകത്തെ ബുദ്ധിമുട്ടിക്കുന്നത് പോലെ ഇവിടെയും കാണണ്ടേ അപ്പോൾ കോൺഗ്രസും? തീർച്ചയായിട്ടും CPM BJP വിരുദ്ധ പാർട്ടിയാണ്, സംശയമില്ല. വർഗീയതയ്ക്കെതിരെ ദേശീയ തലത്തിൽ കോൺഗ്രസിനൊപ്പം നിൽക്കാൻ താല്പര്യപ്പെടുന്ന പാർട്ടിയാണ് CPM. പക്ഷേ കേരളത്തില് CPM-ന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ നടപടിക്രമങ്ങൾ, സാമ്പത്തികമായ അച്ചടക്കമില്ലായ്മ മൂലം സംഭവിച്ച ദുരിതം, ആ ദുരിതവും കർണാടക ഗവൺമെന്റിന്റെ വാഗ്ദാനങ്ങൾ പാലിച്ചും തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയില്ല. ദൂരത്തിന്റെ കാര്യമാണ് താങ്കൾ പറയുന്നതെങ്കിൽ, പണം ചിലവാക്കിയതിന്റെ കാര്യമാണ് താങ്കൾ പറയുന്നതെങ്കിൽ, അധികാരത്തിലേറി ദിവസങ്ങളാകുന്നതിന് മുമ്പ് വലിയ വില കൂടിയ കാറുകൾ വാങ്ങി വലിയ ചരിത്രം സൃഷ്ടിച്ച കർണാടക സർക്കാർ നമ്മുടെ മുമ്പിലുണ്ട്. ഡോക്ടർ ലാലെ, സിദ്ധരാമയ്യയെ കുറിച്ച് അറിയാതാണ് പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഒരു ആട്ടിടയ കുടുംബത്തിൽ ജനിച്ച് വളർന്ന സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനായ സിദ്ധരാമയ്യയുടെ പേരിൽ ഒരഴിമതി പോലുമില്ല, ഒരഴിമതി ആരോപണം പോലുമില്ല. മനസ്സിലാക്കൂ നിങ്ങളത്. അതാണ് കർണാടക മുഖ്യമന്ത്രി. അവിടുത്തെ കോൺഗ്രസിന്റെ ആർജവും ഗവൺമെന്റ് BJP വിരുദ്ധ സമരത്തിലൂടെ അവർ ആർജിച്ച ശക്തിയുമൊക്കെ ഒരുപാട് ചർച്ച ചെയ്തു. കേന്ദ്ര ഏജൻസികൾ വട്ടമിട്ട് പറക്കുന്ന ഒരു ഉപമുഖ്യമന്ത്രിയാണ് അവിടെ ഉള്ളത്. അത് താങ്കൾ മനസ്സിലാക്കണം. സിദ്ധരാമയ്യയുടെ ഇമേജ് വെച്ചുകൊണ്ട് ബാക്കി എല്ലാവരുടെയും പുറത്ത് വെള്ളപൂശാൻ താങ്കൾക്കാകുമോ എന്നുള്ളത് എനിക്കറിയില്ല.